എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ആളെ വിട്. പ്രശ്നം എന്താന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഫ്രണ്ട് ദേവിക ഇന്നലെ ഇവിടെ വന്നപ്പോ നീ എന്താ ചെയ്തെന്ന് നിനക്ക് ഓർമ്മയില്ല? തോന്നി. ആ ദേവിക എന്തെങ്കിലും പറഞ്ഞു നിന്നെ തിരിച്ചുണ്ടാവും. അടുത്ത വട്ടം അവള് വരട്ടെ, അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് കൊടുക്കും. അവളെന്നോടൊന്നും പറഞ്ഞതല്ല, ഞാൻ തന്നെ നോട്ട് ചെയ്തതാ. എന്തിനാ നിന്റെ ഓട്ട ഇന്നലെ കൊണ്ടുപോയി ബാൽക്കണിയിൽ ഇട്ടത്? വാഷിംഗ് മെഷീനിൽ അലക്കിയ ശേഷം എന്റെ തുണി എടുത്ത് ഞാൻ ഉണക്കാട്ടു, അത്രേ ഉള്ളൂ. അതിനെന്തിനാ ഓട്ട ഇന്നലെ എന്നോട് കൊണ്ടുപോയി ഇട്ടത്? കൊണ്ടുപോയി കളയാനുള്ളേനെ. അത് നോക്കി അവള് ചിരിക്കായിരുന്നു. ഇതെന്താ ഇത്ര വലിയ നാണക്കേട്? എന്റെ ചെട്ടി എങ്ങനെ ഇട്ട് അവൾക്ക് എന്താ? അവൾക്ക് വേണ്ടി എന്റെ ചെട്ടി തയ്ച്ചിട്ട് ഉണക്കിടാൻ പറ്റുമോ? മെല്ലെ സംസാരിക്ക്. പിന്നെ അതിന് ചെട്ടി എന്നല്ല പറയേണ്ടത്, നാണക്കേടാ ഇന്നർന്ന് പറയണം. എടി ചെട്ടീന്നല്ലാതെ തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റുമോ? ചെട്ടിയാവുമ്പോ കേറും. ആ ഓട്ട ചെട്ടി ഇടുമ്പോ എനിക്ക് എത്ര കംഫർട്ട് ഉണ്ടെന്ന് അവൾക്ക് അറിയോ? അവള് ഇന്നലെ ഒരു ഓട്ട പാന്റ് ഇട്ട് വന്നല്ലോ, ഞാനപ്പോ അവളെ നോക്കി എന്ന് പറഞ്ഞ് ചിരിച്ചില്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ചെട്ടിന്ന് പറയരുതെന്ന്. അവളുടെ ഓട്ട പാന്റ് എന്ന് പറഞ്ഞത് ഫാഷനാ. അത് വാങ്ങിച്ചപ്പോഴേ കീറിയതാ. പണ്ട് ഓട്ട ചെട്ടി എന്ന് പറഞ്ഞ ഫാഷൻ അല്ല, അത് ഇട്ടിട്ട് കീറിയതാ. എടി എന്റെ ഫാഷൻ ഞാൻ തീരുമാനിക്കും. അവളിടുന്ന ഓട്ട ജീൻസ് അവൾക്ക് ഫാഷൻ ആണെങ്കിൽ ഞാൻ ഇടുന്ന ഓട്ട ചെട്ടി എനിക്ക് ഫാഷനാണ്. എടോ, നമ്മുടെ വീട്ടിൽ അരിപ്പയ്ക്ക് പോലും ഇത്ര അധികം ഓട്ടയില്ല. ഇനി തന്നെ അത് ഇടില്ല. ഇപ്പൊ തന്നെ ഞാനത് കളയാൻ പോവാ. എന്റെ ചെട്ടിമ കൈ വെച്ചോക്ക്, അപ്പ കാണിച്ചു തരാം ഞാൻ ആരാണ്. ഇപ്പൊ തന്നെ കളയാൻ പോവാ, നോക്കിക്കോ. വെച്ചു വേണ്ട, അതെനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ചെട്ടിയാണ്. അത് നീ അവിടെ തന്നെ വെച്ചോ. എടി അതെന്റെ രാശി ചെട്ടി അടി. എടി നീ ആ ചെട്ടി തൊട്ടു പോകരുത്.